ഇല്ലേ ഓ കാപ്പി റെഡി റെഡി ആയിക്കൊണ്ടിരിക്കണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചാലും പറയുമോ ആയിക്കൊണ്ടിരിക്കണമെന്ന്? പിന്നെ എല്ലാ ദിവസവും അങ്ങനെ ആയിക്കൊണ്ടിരിക്കണല്ലേ. നെയ്യാറ്റിങ്കരയെന്നും പടവലത്തൊക്കെ വിളിച്ചിട്ടെ കളിയാക്കുന്നുണ്ട്. എന്തിനാ കളിയാക്കാൻ? അല്ല, അവന് ബാംഗ്ലൂർ പോകാനെന്ന് നിങ്ങളെ കരച്ചിലാണ് അവൻ പോയില്ല എന്നും പറഞ്ഞിട്ട്. ആണാ? ആ അയ്യേ ആകെ നാണക്കേടല്ലേ. പിന്നെ എടി അവൻ കാശ്മീരെ ഇവിടെ ബോംബെയിലെ മദ്രാസിലെ എവിടെ പോട്ടെ, അത് രാജ്യം വിട്ട് പോട്ടെടി. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒരു പ്രശ്നമില്ല. ഈ കല്യാണത്തിന്റെ പേരിൽ അവൻ പിണങ്ങി പോയി കഴിഞ്ഞാലേ അതെനിക്ക് നാണക്കേടാണ്. ഞാൻ അത് സഹിക്കാൻ പറ്റില്ല. ചേട്ടൻ കുറെ നാളല്ലേ ഇവിടുന്ന് പോണെന്ന് പറയണേ. എവിടെ പോവാൻ? എവിടെയും പോവില്ല. എനിക്ക് വീട് വിട്ട് പോകാനുള്ള വിധിയില്ല, അത് തന്നെ. ഇനിയിപ്പോ ഓഫീസിൽ നിന്ന് എനിക്ക് ബാഷായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. അവിടെ പോകാത്തോണ്ട്, ബാംഗ്ലൂരിലെ ജോബിന് പോകാത്തോണ്ടേ. എടാ, നിന്റെ മാനേജർ ആനന്ദബോസ് സാർ വല്ലതും പറഞ്ഞായിരുന്നാ? ആനന്ദബോസ് സാർ എന്ത് പറയാൻ, നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ സാറിന് ഞാൻ ഇവിടെ തുടരണം തന്നെ ഇഷ്ടം. എടാ മക്കളെ, ഇനി ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ആര് കരഞ്ഞ് വിഴിഞ്ഞ് കാണിച്ചാലും നിന്റെ മനസ്സ് മാറരുത്. നിന്റെ ഭാവിയാണ് നിനക്ക് വലുത് കേട്ടാ. അതാണ് അച്ഛൻ. എന്താടാ കേശു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, കേട്ട് നിൽക്കുന്നവർക്ക് അങ്ങനെ തോന്നത്തേ ഇല്ലല്ലോ. ആണല്ലോ അച്ഛന്റെ പവർ. നീ എൻ്റെ ഇന്ന് വാങ്ങിച്ച കാശുണ്ടല്ലോ, അത് ഇങ്ങോട്ട് തരണേ. എടാ മക്കളെ, അച്ഛനെ തന്നാലും മതിടാ. മൂന്നാമതൊരു കൃഷി ഇവിടെ വേണ്ട. സത്യം പറഞ്ഞ ചേട്ടൻ പെട്ടെന്നുള്ള പോക്കുണ്ടല്ലോ, ഭയങ്കര ഷോക്കായി പോയേട്ടാ. ചേച്ചിക്ക് മാത്രമോ? എനിക്കും ഭയങ്കര ഷോക്കായി പോയെന്നേ. സംഭവം നമ്മൾ ഈ വീട്ടിൽ നിന്ന് അധികം അങ്ങോട്ട് മാറി നിന്നിട്ടില്ലല്ലോ. ഇനിയെങ്കിലും അങ്ങനെ നിൽക്കണം. അതാണ് അച്ഛൻ്റെ അമ്മയുടെയും കാന്തിക സ്നേഹത്തിന്റെ പവർ. അത് നിങ്ങൾ വേണ്ടുവോളം രുചിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് പോയിട്ടും അച്ഛനമ്മയും കാണാൻ വേണ്ടി ഇവിടെ കറങ്ങി നടക്കണം. ചൂട്ടി എന്നൊരു ഗാന്ധി ശക്തിയും പിടിച്ച് നിർത്തിയിട്ടില്ല അച്ഛാ. ഞാനിവിടെ നിൽക്കണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു കൈ സഹായമാവും, പാറുവിനെ എനിക്ക് നോക്കാൻ പറ്റും. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്തില്ലല്ലോ എന്നുള്ളൊരു അച്ഛന്റെ വിഷമം ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ യാതൊരു വിഷമവും ഇല്ല. ചുമ്മാ പറയല്ലേ അച്ഛാ, എനിക്കറിയാൻ പാടില്ലേ അച്ഛനെ. ചേച്ചി ഒന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു. ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ആര് നിന്നെ നഴ്സറിയിലാക്കും? ആര് കുളിപ്പിക്കും? ആര് റെഡിയാക്കും? ചുമ്മാ പറഞ്ഞല്ലേ, അച്ഛനെ പോലെ കാര്യല്ലേ. ഓ പിന്നെ ഇപ്പൊ കരയും അച്ഛനെ പോലെ. അമ്മ, ഇനി ഓഫീസില് 2 ദിവസത്തേക്ക് നല്ല ശ്രദ്ധ കാണിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. എനിക്ക് അതുകൊണ്ട് ഇന്ന് നേരത്തെ പോകണം. ഉച്ചയ്ക്ക് പിന്നെ കുറച്ച് പണി തീർക്കാനുണ്ട്. ഇപ്പൊ ഒന്നും കഴിക്കില്ല നീ? ഇവിടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ സമയം ലേറ്റ്, എനിക്ക് പോകണം. മോനേടാ കഴിച്ചിട്ട് പോടാ. അത് സാരില്ല അച്ഛാ, അവിടെ ഓഫീസിനടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിക്കും. നല്ല ഫുഡാണ്. നല്ല ഫുഡാണ് അച്ഛാ. ചേട്ടന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ചേട്ടന്റെ ഒരു ഷൂ എടുത്തോളാൻ പറഞ്ഞായിരുന്നു. അതേ ചേട്ടനാ പറഞ്ഞത്? ചേട്ടൻ തന്നെ പറഞ്ഞു. ഞാനാ? എനിക്ക് ഓർമ്മയില്ല. ചേട്ടാ ചുമ്മാ കളിക്കല്ലേ ചേട്ടോ. അയ്യോ, ഞാൻ എന്റെ ഫോൺ എടുത്തില്ല, ഇപ്പൊ വരാവേ. ഓടിയാവും, ഞാൻ പോയി നോക്കട്ടെ. പിള്ളേരൊരു കാര്യം. എന്ത് ചിരിക്കണേ? ശരിയൊന്നും വേണ്ട കേട്ടാ. എടി ബാലുവിന് അങ്ങനെ മണ്ടനാക്കാനെ പറ്റിക്കാനൊന്നും ഒരുത്തരം നടന്നിട്ടില്ല കേട്ടടി. കുട്ടമ്പിള നമ്മളെ തിരിച്ച് മാറിയ നമ്മള്. ചായ. എന്താടി ഒന്നുമില്ല. ഓ ഒന്നുമില്ല. നോക്കണതിന്. ഓ നേരത്തെ നല്ല മൂടിൽ അടുക്കളയിൽ നിന്നിട്ട് പിന്നെ ഒരുമാതിരി വർത്താനം പറഞ്ഞിട്ട് അങ്ങ് പോയി. ഞാൻ എന്ത് വർത്താനം പറഞ്ഞു? നിങ്ങൾ ചില സമയത്ത് ഒരു വെറുപ്പിക്കുന്ന വർത്താനം ഉണ്ടല്ലോ, അത് തന്നെ. ആ വെറുപ്പിക്കുന്ന വർത്താനം തോന്നിയാ? ആ തോന്നി. എനിക്ക് മനസ്സിൽ വെറുപ്പുള്ളതുകൊണ്ട് തന്നെ. മനസ്സിലായില്ല? ആ നിനക്കത് മനസ്സിലാവൂല. നീയേ ഈ മക്കള് കാണിക്കുന്ന കോപ്രായങ്ങണ്ടേ മതിമറ നിൽക്കുകയാണ്. ബാലു മതിമറ നിൽക്കാനായിട്ട് തോന്നും, പക്ഷെ ബാലു മതിമറ നിൽക്കല്ല. ഇനി ആർക്കും ബാലുവിനെ മനസ്സിലാവില്ല. നിനക്ക് പോലും ബാലുവിനെ മനസ്സിലായിട്ടില്ല. അത് ശരിയാണ് കേട്ടാ. ഇത് ഏത് തരം വട്ടാണെന്ന് എനിക്കിപ്പോ മനസ്സിലായില്ല. അല്ല, പല വട്ട് കാണിക്കാണ്ട്. ഇപ്പൊ കാണിച്ച വട്ട ഏതാണ്? അമ്മ, അച്ഛൻ ഞാൻ പോട്ടെന്നാ. ആ മക്കള് പോകാറിയാ പിന്നെ നേരത്തെ എത്ര ലേറ്റ് ആവും അല്ലെങ്കിൽ? അത് വേണം. അല്ല, അച്ഛനൊന്ന് പോകണല്ലേ? പിന്നെ അച്ഛന് ഇളമക്കര സൈറ്റിൽ പോകണം. ആ മക്കളെ ഓഫീസ് ചെല്ലുമ്പോൾ ആരെന്ത് പറഞ്ഞാലും മക്കളൊന്നും പറയല്ലേ. ഇല്ല അച്ഛാ. മക്കളെ എന്തായാലും കഴിച്ചിട്ട് വേടാ. അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, സമയമില്ല. നീ എന്തിനാ വായി മുള നിൽക്കണത്? 2 ദോശ എടുത്ത് കൊടുത്തിട്ട് ഇത്രയും കഴിച്ചിട്ട് പോകില്ലായിരുന്നാ? ചേട്ടൻ പോയില്ല ഏട്ടാ? ഇല്ലോ. എന്താ അടുക്കള വിഭാഗത്തിൽ 2ാമത്തെ ആളെത്തിയല്ലേ. ചെറുക്കൊന്നും കഴിക്കാതെ പോണ. ബാ നമുക്ക് കഴിച്ചിട്ട് പോവാം. കഴിച്ചിട്ട് പോകാൻ നേരത്താണ് കഴിക്കാൻ വിളിക്കണം. അവൻ വരുമോ? പിന്നെ അച്ഛന് 2 ദോശ ചുട്ടു കൊടുത്തുകൂടായിരുന്നു? ആ നാളെ തൊട്ട് ഇങ്ങനെയാണ് അടുക്കളക്കാരായിട്ട് വരും. ആ എന്നാ പിന്നെ നന്നായിരിക്കും. എടാ മോനെ, നീ കഴിക്കണേ കഴിച്ചിട്ടോ, അല്ലെങ്കിൽ പോ, സമയമായി. ഇല്ല ലേറ്റായി, ഞാൻ അതുകൊണ്ടാ. ഓക്കെ ആ
പോറ്റാ. ഞാൻ റോഡ് വരെ ഇനി വരാൻ ചേട്ടാ. സോപ്പ് ഇടാനായിരിക്കും, ഞാനും കൂടെ വരാട്ടാ. വാടേ ശരി പോറ്റാ അച്ഛാ. അമ്മ പോറ്റാ. അച്ഛാ ഞാൻ പോയി ആ ഷൂവിന്റെ കാര്യം ഒന്ന് ഓർമ്മിച്ചിട്ട് വരാവേ. ചേട്ടോ ഹോ, ഓരോ സമയം എന്തൊക്കെ നാടകം കാണണം ഇവിടെ നിന്ന്. ഒരു വല്ലാത്ത അവതാരം തന്നെ ഇത്. ഡേയ്, ഇങ്ങ് വാ. ആ എടി, ഈ പിള്ളേരെ എങ്ങനെ ഉള്ളം കയറിയിട്ട് കളിക്കണമെന്നേ നിനക്ക് അറിഞ്ഞുകൂടാ. ബാലു ഒന്നും മനസ്സിൽ വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. ഇത്രയും നാൾ നീ എന്നോട് ജീവിച്ചതൊക്കെ ഒന്നും അറിഞ്ഞുകൂടേ? എനിക്കെല്ലാം മനസ്സിലായി, പാവന്റെ പിള്ളേർക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് പിള്ളേരെ മനസ്സിലാക്കാൻ പാടില്ല. നമ്മളെ ഉള്ളുകളി പിള്ളേർ മനസ്സിലാക്കിയാൽ പിള്ളേർ കള്ളം കാണിക്കും. നിങ്ങളുടെ ഉള്ളു അറിയാം, കള്ളോടുന്ന പിള്ളേർക്ക് നന്നായിട്ട് അറിയാം. നീ പോരി കഴുതേ. ആ സമ്മതിച്ച്, ഞാൻ കഴുത തന്നെ. ഞാൻ കഴുതയാണെങ്കിലേ നിങ്ങൾ ഓന്താണ്, വെറും ഓന്തല്ല. അപ്പാപ്പ നിറം മാറുന്ന മരഓന്തില്ലേ, മരഓന്ത്. തന്നെടി ഞാൻ മരവും തന്നെടി. എൻ്റെ മക്കളെ ജീവിതം കളർഫുൾ ആക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും നിറം മാറും. നിങ്ങളോട് സംസാരിച്ച് നിന്നിട്ടുണ്ടെങ്കിലോ ഞാൻ പോണു. മോണടി മരയൊന്നിൻ്റെ ഭാര്യയെ. കഴുതയുടെ ഭർത്താവേ